ഇനി അങ്ങോട്ട് ചൂടുകാലമാണല്ലേ, അപ്പോൾ ഈ ചൂടുകാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുക്കണം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഞാൻ എന്താണ്ട് ഈ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിലാണ് ഈ അവിൽ വറുത്തെടുക്കേണ്ടത്. ഒരുപാട് മൂത്ത് പോണ്ട. നമ്മൾ ഇതൊന്ന് ക്രിസ്പി ആയി കിട്ടും വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ അവിൽ കയ്യിലെടുത്താൽ ഒന്ന് ഒടിഞ്ഞ് കിട്ടണം. ആ രീതിക്ക് ആവുന്നത് വരെ മാത്രം ഇളക്കിയാൽ മതി. കരിഞ്ഞൊന്നും പോവരുതേ. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, വളരെ ലളിതമായിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അവിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒടിച്ച് നോക്കാം. അത് ആയാന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ച് നോക്കാം. ഇപ്പോൾ അതിനുള്ള പരുവമായി. അങ്ങനെ ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അവിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടെ വറുത്തെടുക്കുവാണേ. വറുത്ത കപ്പലണ്ടി ആയാലും ഒന്ന് കൊണ്ടൊന്ന് ചൂടാക്കണത് നല്ലതാണേ. അപ്പോൾ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കുവാണേ. ഒരുപാട് കരിഞ്ഞൊന്നും പോണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കപ്പലണ്ടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ 4 രസകദളി പഴമാണ് എടുത്തിട്ടുള്ളത്. പാളയംകുടം പഴം ഉണ്ടെങ്കിൽ അതായാലും മതി. മോൾക്ക് പാളയംകുടം പഴത്തിനെക്കാട്ടി ഇഷ്ടം രസകദളി പഴുത്തി ചെയ്യണേ. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ എടുത്തിരിക്കുന്നത്. റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അതായാലും എടുക്കാം കേട്ടോ. ഇതൊന്ന് ഉടച്ചെടുക്കണം. ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി. ഞാൻ ഇതാ വിസ്ക് വെച്ചാണ് ഉടച്ചെടുക്കുന്നത്. വേണമെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇത് ഇങ്ങനെ കുടിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. കോരി കുടിക്കാൻ നേരത്ത് മിക്സി ഇട്ട് അടിച്ചെടുക്കണതിനെക്കാട്ടി ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണതാണ് ടേസ്റ്റ്. ഒന്ന് ഉടച്ചെടുക്കാം. ഇതാ പഴം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ് കേട്ടോ. ഞാൻ 1/2 ലിറ്റർ പാലിൽ 1 കപ്പ് പാല് ഫ്രീസ് ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് പാൽ അല്ലാതെയും തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ 1 കപ്പ് പാൽ ഇങ്ങനെ കുറേശ്ശെ ഈ പഴത്തിൽ ചേർത്ത് കൊടുക്കുവാണേ. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പഴം ഇളക്കി കൊടുക്കുവാണ്. ഇതാ 1 കപ്പ് പാൽ അത്രയും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന അവിലില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കണം. അവിൽ ചേർത്ത് കൊടുക്കണേ. അത്രയും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് മാറ്റി വയ്ക്കണേ. അങ്ങനെ അവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് അവിൽ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടിയില്ലേ, അത് മിക്സിയുടെ ജാറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. നന്നായിട്ട് പൊടിഞ്ഞു പോരുത്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കണം. അതിൽ നിന്നും കുറച്ച് മാറ്റി വയ്ക്കണേ. ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ. അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അടുത്ത അതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. ഒരു 5 സ്പൂൺ പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇനി പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലാത്തവർ തേൻ ചേർത്ത് കൊടുത്താലും മതി. പഞ്ചസാരയൊക്കെ അവരൊരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ ഫ്രീസ് ചെയ്ത് വെച്ച പാലില്ലേ, 1 കപ്പ് പാൽ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതാ നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ അടുത്ത ഒരു ചേരുവയും കൂടെ ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കണം.
ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ അവൽ മിൽക്ക് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇത് അവൽ മിൽക്ക് കുടിക്കാനായിട്ട് നമ്മൾ ഗ്ലാസ്സിലോട്ട് പകർത്തണം. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന അവിലും കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അതിൽ തയ്യാറാക്കി വെച്ച അവൽ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ചൂടുകാലത്ത് മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. നമുക്കും കുടിക്കാം. അപ്പോൾ ഷുഗർ പേഷ്യൻസൊക്കെ കഴിക്കുമ്പോൾ തേനോ എന്തെങ്കിലും ചേർത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കൊണ്ട് നല്ലതായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കണേ. ഈ ചൂട് സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു ദാഹവും ഇതുപോലെയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറും നിറഞ്ഞിരിക്കും, ഒരു എനർജിയും കിട്ടും. അപ്പോൾ ഗ്ലാസ്സിലോട്ട് പകർത്തേണേ. ഇനി അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് അവിലും കുറച്ച് കപ്പലണ്ടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ചേരുവയായിട്ടുള്ളത് ബൂസ്റ്റാണ്. ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടി ഞാൻ അതിൻ്റെ പുറത്തിങ്ങനെ തട്ടിക്കൊടുക്കുവാണേ. ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.